എല്ലാവർക്കും വന്ദനം. വീണ്ടും ദൈവം നമുക്ക് ഡിസംബർ മാസത്തിൽ ഒരാഴ്ച കൂടി തന്നു. ഈ ആഴ്ചയുടെ ആരംഭ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ കൂടി വരാൻ കർത്താവ് സഹായിച്ചല്ലോ. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് പൗലോസിനെ തൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ ശുശ്രൂഷകൾ വിശാലപ്പെടാൻ ഒരു വിശ്വാസ വീരനെ കൂട്ടുകിട്ടി. നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ യാത്രയിൽ ശക്തി ഉണ്ടാകാൻ, നമ്മുടെ വിശ്വാസത്തിൽ ബലമുണ്ടാകാൻ ഇതുപോലെയുള്ള ചിലരെ നമുക്കും ദൈവം കൂട്ടായി തരട്ടെ. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും എന്ന് നമ്മൾ വായിക്കുന്നു. വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കുന്നവരുമായിട്ടുള്ള ഫെലോഷിപ്പുകൾ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റും. അങ്ങനെ പൗലോസിൻ്റെ യാത്രയിൽ പോയിടത്തെല്ലാം ജനങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും പുതിയ സഭകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. വർഷത്തിൽ ഒരിക്കൽ ഒരു സഭയുണ്ടായ കാര്യമല്ല, മാസത്തിൽ ഒരു സഭ സ്ഥാപിച്ച കാര്യമല്ല, ദിനം പ്രതി. അവിടെ നമ്മൾ വായിച്ച ആ വാക്യം അങ്ങനെയാണ്. 5-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 16:5. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. തിമോത്തിയോസ് വരുന്നതിന് മുമ്പ് മാസത്തിൽ നടക്കുന്ന കാര്യം തിമോത്തിയോസ് വന്ന ശേഷം ദിവസവും നടക്കാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസത്തിൽ നിറഞ്ഞ വ്യക്തികൾ നമ്മോടൊപ്പം കൂട്ടായ്മ പുലർത്തുമ്പോൾ അസാധാരണമായ വേഗത നമ്മുടെ കാര്യങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ എങ്ങനെയുള്ളവരെന്ന് നമ്മളെപ്പോഴും വിവേചിക്കണം. പൗലോസ് നോക്കി, നല്ല സാക്ഷ്യമുള്ളവൻ, വിശ്വാസത്തിൽ നിറഞ്ഞവൻ, അമ്മയും വല്യമ്മയും വിശ്വാസത്തിൽ നിറഞ്ഞു നിന്നവർ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യമുള്ള ഒരു തലമുറയെ പൗലോസ് സെലക്ട് ചെയ്തു. അപ്പോൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയവരിൽ വ്യാജമല്ലാത്ത വിശ്വാസം, പ്യുവറായിട്ടുള്ള വിശ്വാസം മുറുകെ പിടിച്ചവർ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കുവാൻ കാരണമായി തീരും. അതിനുള്ള കൃപ നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ ദൈവം തരട്ടെ. അടുത്തത് 6-ാമത്തെ വാക്യം 16:6. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തു കൂടി സഞ്ചരിച്ചു. മുസിയിലെത്തി ബിദുന്യക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. നോക്കണം, പരിശുദ്ധാത്മാവ് വിലക്കുന്നു, യേശുവിൻ്റെ ആത്മാവ് സമ്മതിക്കുന്നില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ഇവരുടെ യാത്രയിൽ മുഴുവനും ഒരു ആത്മീക നടത്തിപ്പുള്ളവരായിരുന്നു ഇവർ. ആത്മനിയോഗമില്ലാത്ത ഒരു യാത്ര അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ആത്മനിയോഗം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ശിമിയോൻ ആത്മനിയോഗത്തിൽ ആലയത്തിൽ ചെന്നു ശിശുവിനെ കയ്യിലെന്തി, നാഥ, തിരുവചനം പോലെ അടിയനെ അയച്ചാലും നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് അറിയാം. അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു. ക്രിസ്തുവിനെ കാണാതെ മരിക്കുകയില്ലെന്ന് അവനോട് വാഗ്ദത്തമുണ്ടായിരുന്നു. കൃത്യമായിട്ട് 8-ാം നാളിൽ കുഞ്ഞിനെ പരിച്ഛേദന ഏൽപ്പിക്കാൻ കൊണ്ടുവന്ന അതേ ദിവസം, അതേ സമയം, ഒരു നിയോഗത്തിൽ അവൻ ആലയത്തിൽ വന്നു. പരിച്ഛേദന ഏറ്റു കൊണ്ടുപോകാനൊക്കെ 1 മണിക്കൂർ പോലും വേണ്ട. എന്നാൽ അതിനുള്ളിൽ ഇത്രയും വലിയ ദേവാലയത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഈ ശിശുവിനെ അതേ സമയത്ത് വന്ന് കണ്ട് കയ്യിലെടുക്കുവാൻ ഒരവസരം കിട്ടി. ഇതൊരു നിയോഗത്തിൻ്റെ യാത്രകളാണ്. ബൈബിളിൽ മുഴുവൻ ഒരു നിയോഗത്തിൽ പോകുന്നതാണ് കാണുന്നത്. ഒരു നിയോഗം. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, കർത്താവിൻ്റെ പദ്ധതികളെല്ലാം നിയോഗമാണ്.
കർത്താവ് ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു, കരം കൊടുക്കണ്ടേ? പത്രോസ് പറഞ്ഞു, കരം കൊടുക്കണം. എങ്കിൽ നീ കടലിൽ പോയി ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ നിന്ന് ചതുദ്രമ പണമെടുത്ത് എനിക്ക് നിനക്കും വേണ്ടി കരം കൊടുക്കണം. ആദ്യം കിട്ടുന്ന മീനിന് പോലും ഒരു നിയോഗം അവിടെ കാണാം നമുക്ക്. ഏത് മീനാണ്? കൃത്യമായിട്ട് പത്രോസിന്റെ ചൂണ്ടയിൽ വരുന്നത്. പത്രോസ് ആ ഇടുന്ന സ്ഥലം എല്ലാം കറക്റ്റാണ്. അതേ സ്ഥലത്ത് ആ മീൻ വരികയാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, കർത്തൃമേശയ്ക്കായിട്ട് പെസഹയ്ക്ക് വേണ്ടി എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നു കൊണ്ടുവരുന്നത് കാണും. അദ്ദേഹത്തിൻ്റെ പുറകെ പോകുമ്പോൾ ഒരു വീട്ടിലോട്ട് കയറിയാൽ മതി. അവിടെ ചെന്നിട്ട് ഗുരു ഇങ്ങനെ പറഞ്ഞു, പെസഹ എവിടെ ഒരുക്കണം? വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും. നോക്കണം, ഇവര് ചെല്ലുന്ന സമയത്ത് അതേ സമയത്ത് ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവുമായിട്ട് വരുന്നു. എല്ലാം ഒരു നിയോഗമാണ്. കറക്റ്റ് നിയോഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയായാൽ എല്ലാം ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യ എടുക്കാൻ ഏലിയാസറിനെ വിടുന്നത് നമുക്കറിയാം. ഏലിയാസർ ആ ദേശത്തെത്തിയപ്പോൾ അവിടെ നിന്നുകൊണ്ടൊരു പ്രാർത്ഥന, എൻ്റെ യജമാനൻ്റെ ദൈവമേ, ഞാൻ വന്ന കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി കുടവുമായിട്ട് വരുന്നു. ആ പ്രാർത്ഥിച്ചതുപോലെ എനിക്കും ഒട്ടകങ്ങൾക്കും കുടിക്കാൻ തരുന്ന പെൺകുട്ടി. അതുപോലെ തന്നെ അവൾ കിണറ്റിലോട്ട് ഓടി ഇറങ്ങി വെള്ളം എടുത്ത് ആ ചോദിച്ചതുപോലെ, യജമാനെ കുടിച്ചാലും ഒട്ടകങ്ങൾക്കും ഞാൻ തരാം. ഉത്സാഹിയായ ഒരു പെൺകുട്ടി, ഒരു മടിച്ചിയല്ല. പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഒരു പെൺകുട്ടി കുടവുമായിട്ട് വന്നു. നിയോഗങ്ങൾ ബൈബിളിൽ ധാരാളമുണ്ട്. ഏലിയാസർ പറഞ്ഞു, എന്നെ താമസിപ്പിക്കരുത്, എനിക്ക് പോകണം. അപ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ലാബാനും ഈ റിബേക്കയുടെ ആങ്ങളെയും അപ്പനും ഒക്കെ പറഞ്ഞു, ബാല 10 ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ. ഇല്ല, എന്നെ താമസിപ്പിക്കരുത് എന്ന് ഏലിയാസർ പറയുമ്പോൾ ആ സമയത്ത് പെൺകുട്ടിയോട് ചോദിക്കാമെന്ന് ചോദിച്ചു, നീ എന്തു പറയുന്നു? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പോകുന്നു. നിയോഗം, എല്ലാം ഒരു നിയോഗമാണ്. ബൈബിളിൽ കാണുന്നതെല്ലാം ഒരു കൃത്യതയുടെ കണക്കുകളാണ്. ആത്മാവിലാണോ എല്ലാം കറക്റ്റായിരിക്കും. ആത്മാവിൻ്റെ ഓരോ പരിപാടികളും ഒരു നിമിഷം പോലും തെറ്റുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന, കർത്താവിൽ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി ഓരോ കൂടിക്കാഴ്ചകൾ ഉണ്ടാകുന്നത് യാദൃച്ഛികമല്ല, അത് ദൈവത്താൽ നേരത്തെ ഒരുക്കിയ കാര്യങ്ങളാണ്. കടലിൽ ചൂണ്ടയിടുമ്പോൾ ആദ്യം വരുന്ന മീൻ പോലും കർത്താവിൻ്റെ പദ്ധതിയിലാണ്. എല്ലാം കർത്താവിൻ്റെ പ്ലാനിലാണ്. കർത്താവ് അറിയാതെ ഒരു കാര്യവും തന്നെ സംഭവിക്കുന്നുമില്ല. എല്ലാം ഒരു നിയോഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ബൈബിൾ വായിക്കുന്നവർക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള വകയുണ്ട്. എല്ലാം നിയോഗത്തിൽ കർത്താവ് ചെയ്യും. ആത്മാവിൻ്റെ നിയോഗം, അതിൻ്റെ ടൈമിംഗ് മാറത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സമയത്ത് അവിടെ എത്തണമെങ്കിൽ നിങ്ങൾ ആത്മാവിൽ സഞ്ചരിക്കണം. ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു നിർജ്ജന സ്ഥലത്തേക്ക് പോകാൻ. ആ സമയത്ത് തന്നെ അവൻ ചെന്നു. അപ്പോഴാണ് എത്യോപ്യക്കാരനായ ഒരു മന്ത്രി തേരിൽ ആ വഴി പോകുന്നു. തേര് വളരെ വേഗത്തിൽ പോകുന്നതാണ്. ഫിലിപ്പോസ് ആ ഭാഗത്ത് ആ സമയത്ത് എത്തിയത് കൊണ്ടാണ് ഷണ്ണനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. ഒരു നിയോഗം, കൃത്യമായ ഒരു നിയോഗം, ഇതാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. അതുകൊണ്ട് ഫിലിപ്പോസിനെ ഷണ്ണനോട് സുവിശേഷം പറയാനും അവനെ സ്നാനപ്പെടുത്താനും കൃപ ലഭിച്ചു. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് പോയി. നോക്കണേ, എല്ലാം ഒരു ആത്മാവിൻ്റെ നിയോഗങ്ങളാണ്. നാം ആത്മാവിലാണോ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയാണോ,
ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണം. എല്ലാം അതതിൻ്റെ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് ഭംഗിയായി ചെയ്യും. നാം നമ്മെക്കുറിച്ച് ഒട്ടും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം ആത്മാവ് തന്നെ ചെയ്തിരിക്കും. എല്ലാം അതതിൻ്റെ സമയത്ത്. സഭാപ്രസംഗിയിൽ പറയുന്ന അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട. എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ആത്മാവ് തന്നെ മുൻ നിർണയിച്ചതുപോലെ തന്നെ ചെയ്യാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഇവിടെ നമ്മൾ വായിച്ചത് വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും വചനം പറയരുതെന്ന് വിലക്കുമോ? ആത്മാവുള്ളവർക്കേ മനസ്സിലാകൂ. ആത്മാവില്ലാത്തവരെ എല്ലായിടത്തും ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലയിടത്ത് വചനം പറയരുതെന്ന് വരെയും പരിശുദ്ധാത്മാവ് പറയും. നമ്മളതിനെ വേണമെങ്കിൽ വിമർശിക്കും. ദൈവവചനമല്ലേ, അത് എല്ലായിടത്തും പറയണ്ടേ? ഇല്ല. ചിലയിടത്ത് ഇവരെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. കാരണം ഇവർ വെറുതെ പറയുന്നതല്ല, ഇവർ പറയുന്നതല്ല, ആത്മനിയോഗത്തിലാണ്. ഇവർ പറയുന്നിടത്ത് ദൈവപ്രവർത്തികൾ നടക്കും. ദൈവവചനം പോലും നിയോഗത്തിൽ ചെയ്യാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ചില സമയങ്ങളിൽ കർത്താവ് ഒന്നും പറയില്ല, അതിൻ്റെ അർത്ഥം പറഞ്ഞോളാനാണ്. അതുകൊണ്ടാണ് പൗലോസൊക്കെ എല്ലായിടത്തും പറയുന്നത്. ചിലയിടത്ത് ദൈവാത്മാവ് വിലക്കും. അതിൻ്റെ കാരണം അവിടെ മോശമായതുകൊണ്ടല്ല, അതിനേക്കാൾ അടിയന്തരമായിട്ട് പറയേണ്ട വേറെ ഏതോ സ്ഥലമുണ്ട്, അതായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൗലോസ് ബിഥുന്യക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. സമ്മതിച്ചില്ല എന്ന് കരുതി അവരവിടെ തന്നെ കുത്തിയിരുന്നതായിട്ടല്ല, അവരെങ്ങോട്ടെങ്കിലുമൊക്കെ തിരിയുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ദൈവം ഇടപെടുകയായിരിക്കും. ഈ വഴിക്ക് പോയി നോക്കാം, അവിടെ വെച്ച് ചിലപ്പോൾ ദൈവം സംസാരിച്ചാലോ. മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ത്രോവാസിൽ വെച്ച് ഒരു ദർശനം കണ്ടു. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് വെച്ച് തന്നെ ഒരു ദർശനം കാണണമെന്നില്ല. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ തടഞ്ഞാലും നമ്മൾ മുന്നോട്ട് പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് ഇവിടെയാണോ? അബ്രഹാമിനോട് പുറപ്പെടാനാ പറഞ്ഞത്. പുറപ്പെട്ട് ഓരോ സ്ഥലത്ത് എന്ന് യാഗപീഠം പണിത് ആരാധിക്കുമ്പോഴായിരുന്നു ദൈവം ഇടപെട്ടത്. നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ കുത്തിയിരുന്നോണ്ട് ഒരു ദിവസം ദൈവം പറയും അപ്പോൾ പോകാം, അത് നടക്കില്ല. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇതാണ് അപ്പോസ്തലനായ പൗലോസിൽ നിന്നും ശീലാസിൽ നിന്നും തിമോത്തിയോസിൽ നിന്നും ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇവരുടെ എല്ലാം യാത്രയിൽ ലൂക്കോസ് എന്ന വൈദ്യനും ഈ പുസ്തകം എഴുതിയ വൈദ്യനും സന്തത സഹചാരിയായിട്ട് ഒരു ഗ്രൂപ്പാണ് ഈ പോകുന്നത്. ആ ഗ്രൂപ്പിന് വ്യക്തമായ ഒരു നിയോഗമില്ലാതെ അവർ സഞ്ചരിക്കില്ല. ഒരു ആത്മനിയോഗത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഈ ദിവസങ്ങൾ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പരിശുദ്ധാത്മാവിൽ നിന്നൊരു നിയോഗം ആവശ്യമാണ്. ആർക്കാണ് നിയോഗം ഉണ്ടാകുന്നത്? പ്രാർത്ഥിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് ഒരു ദർശനവുമില്ല, ഒരു വെളിപ്പാടുമില്ല, ഒരു ആലോചനയില്ല. ബുദ്ധിപരമായിട്ടുള്ള ജീവിതം. ക്രിസ്തീയ ജീവിതം ബുദ്ധിപരമാണെങ്കിൽ വൻ പരാജയമാണ്. ക്രിസ്തീയ ജീവിതം ആത്മാവിലാണെങ്കിൽ വൻ വിജയവുമാണ്. ഒരു സാധാരണ ജീവിതം നയിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ആത്മാവിൽ ജനിച്ചവൻ കാറ്റ് പോലെയാണെന്ന്, എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് അറിയില്ലെന്ന്. സൂപ്പർ നാച്ചുറൽ ആണെന്ന് അതിൻ്റെ അർത്ഥം. ആർക്കും അളക്കാൻ കഴിയില്ല. എത്ര വേഗത്തിൽ വന്ന് എത്ര വേഗത്തിൽ പോകുമെന്ന് പറയാൻ കഴിയില്ല. അല്ലാതെ ജനിച്ചവരൊക്കെ എന്തായിത്തീരുമെന്ന് നമുക്കറിയാം. എന്നാൽ ആത്മാവിൽ ജനിച്ചവനെ കുറിച്ച് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല. കാരണം അവൻ ആത്മാവിൽ സഞ്ചരിക്കുന്നവനായിരിക്കും. ഈ ദൂത് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുള്ളവരായി തീരുവാൻ, പരിശുദ്ധാത്മാവിൽ മുന്നേറി ശരിയായ സ്ഥലങ്ങളിൽ ശരിയായ വ്യക്തികളുമായി കണക്റ്റ് ആകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ രാവിലെ ഇത് കേട്ട ഓരോ വ്യക്തികൾക്കും ശരിയായ കണക്ഷനുകൾ, ശരിയായ നിയോഗങ്ങൾ, ശരിയായ നടപ്പുകൾ, ശരിയായ സ്ഥലങ്ങൾ, ശരിയായ ലൊക്കേഷനുകൾ എല്ലാം അങ്ങ് നിയോഗിച്ചു കൊടുക്കണമേ.
പ്രാർത്ഥനയുടെ ഓരോ ദിവസവും ചുവട് വെക്കുമ്പോൾ അങ്ങ് ദിശ മാറ്റി അവരായിരിക്കേണ്ട ഇടത്ത് അവരെ എത്തിക്കണമേ. പോകേണ്ട വഴികളെ വ്യക്തമാക്കണമേ. അവരെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികളെ നിറവേറ്റണമേ. അത്ഭുതങ്ങൾ ഈ മക്കൾ കാണട്ടെ. ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് എത്തിച്ചേരുവാൻ ഈ മക്കളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു പ്രധാന പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കരം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എല്ലാ പുകളും എല്ലാ പുകളും എല്ലാ കനവും എന്നിൽ അസാധ്യം ചെയ്തവർക്ക് എല്ലാ തുതിയും എല്ലാ ഉയർവും എന്നിൽ നിലവരമാനവർക്ക് எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசுவுக்கு எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசு. அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே. அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே. அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசுவுக்கு எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசு. என் கை மீறி போனதெல்லாம் உன் கரத்தால் சாத்தியமே. என் கை மீறி போனதெல்லாம் உன் கரத்தால்
எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசு. அசையாத மலைக்கு அசைந்திடுவே, அமராத அசையாத மலை கூட സാഹചര്യത്തെ നോക്കി പാടിയട്ടെ. അമരാത പുയൽ കൂട അമർന്നിടുമേ, അസയാത മലൈ കൂട. രോഗത്തെ നോക്കി പാടിയട്ടെ. അമരാത പുയൽ കൂട അമർന്നിടുമേ, അസയാത മലൈ കൂട അസൈந்திடுமே, അമരാത പുയൽ കൂട അസയാത மலை கூட அசைந்திடுமே, அமராத புயல் கூட இயேசுவின் நாமத்தில் அசையாத காற்றை அடங்குക, கடலை ശാന്തമാകുക. രോഗത്തോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, പുറത്തു പോകുക. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்தவர்க்கே, எல்லா துதியும் எல்லா உயர்வும் என்னில் நிறைவரமானவர்க்கே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்தவர்க்கே, எல்லா துதியும் எல்லா உயர்வும் என்னில் நிறைவரமானவர்க்கே. எனக்காய்